ഗവർണർ എന്ന പദവി ഭരണഘടനാനുസൃതമാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഗവർണർ നടത്തേണ്ടുന്ന പ്രസംഗം മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഈ ഭരണഘടനാപരമായ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടെ പ്രസംഗം അവതരിപ്പിച്ചത്. ഈ സന്ദർഭത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടി മാതൃകാപരമാണ്. ഈ നിലപാട് ഉയർത്തിപ്പിടിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നു വന്ന വൻ പ്രതിസന്ധികളെ അസാധാരണമായ ചങ്കൂറ്റത്തോടെ മറികടന്ന് അതിജീവനത്തിൻ്റെയും പുനഃസൃഷ്ടിയുടെയും ചരിത്രം രചിച്ചാണ് LDF സർക്കാർ തുടർച്ചയായ 10 വർഷം പൂർത്തിയാക്കുന്നത്. പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന സർക്കാർ വിജ്ഞാനാധിഷ്ഠിത വികസന നവകേരളം സൃഷ്ടിക്കാനുള്ള ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സർക്കാരിന് ജനങ്ങൾ തുടർഭരണം സമ്മാനിച്ചത്. 2016 അധികാരമേറ്റ ഒന്നാം പിണറായി സർക്കാർ മുൻ ഭരണത്തിൽ തകർന്നടിഞ്ഞു പോയ കേരളത്തെ ക്ഷേമത്തിൻ്റെയും വികസനത്തിൻ്റെയും പാതയിലേക്ക് നയിച്ചത് തിരിച്ചറിഞ്ഞ ജനങ്ങൾ അത് തുടരാൻ നൽകിയ അംഗീകാരമായിരുന്നു ഉജ്ജ്വലമായ ആ വൻ വിജയ തുടർച്ച. 10 വർഷം കൊണ്ട് കേരളം ആർജിച്ച എണ്ണമറ്റ നേട്ടങ്ങൾ ലോകശ്രദ്ധ നേടി. കേരളത്തിൻ്റെ വിവിധ ക്ഷേമവികസന പദ്ധതികൾ രാജ്യത്തിനാകെ മാതൃകയായി അംഗീകരിക്കപ്പെട്ടു. നവകേരളം പടുത്തുയർത്താനുള്ള മുന്നേറ്റം തുടരാൻ ഇത്തവണയും LDFന് ജനകീയ അംഗീകാരം ലഭിക്കുമെന്നതിൽ സംശയമില്ല. അഴിമതിയും ജീർണതകളും വികസനമുരടിപ്പും കൊടികുത്തിവാണ നാളുകളിൽ നിന്ന് സംസ്ഥാനത്തെ മോചിപ്പിച്ച് ക്ഷേമ വികസന പാതയിലേക്ക് നയിച്ചത് 2016 അധികാരമേറ്റ പിണറായി വിജയൻ സർക്കാരാണ്. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ തമ്പടിച്ച് വിഹരിച്ചിരുന്ന ഇടനിലക്കാരുടെയും മാഫിയ സംഘങ്ങളുടെയും പിടിയിൽ നിന്ന് ഭരണസ്ഥിരാകേന്ദ്രത്തെ മോചിപ്പിക്കുകയാണ് ഈ സർക്കാർ അധികാരമേറ്റ ഉടൻ ചെയ്തത്. ജനങ്ങളെ ചേർത്ത് നിർത്തി ജനങ്ങളുടെ ഹൃദയാഭിവാദ്യങ്ങൾ ജനങ്ങളെ ചേർത്ത് നിർത്തി ജനങ്ങളുടെ ഹൃദയസ്പന്ദനം അറിഞ്ഞ് ജനക്ഷേമവും വികസനവും നാടിൻ്റെ പുരോഗതിയും ഉറപ്പുവരുത്തി ഈ ഗവൺമെൻറ് തുടർച്ചയായ 10 വർഷം പൂർത്തിയാക്കുന്നു. ഭരണ തുടർച്ചയുടെ കാഹളം തന്നെയാണ് കേരളത്തിൽ മുഴങ്ങുന്നത്. സർ, 2016 LDF അധികാരമേൽക്കുമ്പോൾ പാടെ തകർന്നു കിടക്കുകയായിരുന്നു നമ്മുടെ സംസ്ഥാനം. പാവങ്ങളുടെ ആശ്രയമായ 600 രൂപ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാത്ത കൊടും ക്രൂരത ആർക്ക് മറക്കാനാവും? സർക്കാർ സ്കൂളുകൾ അനാദായകരമെന്ന് പറഞ്ഞ് വിൽപ്പനയ്ക്ക് വെച്ച കാലം, പരീക്ഷ കഴിഞ്ഞിട്ടും പാഠപുസ്തകം കാണാത്ത കാലം, നിയമന നിരോധനം അടിച്ചേൽപ്പിച്ച കാലം, വിലക്കയറ്റവും തകർന്ന പൊതുവിതരണ സംവിധാനവും നഷ്ടത്തിലേക്ക് കൂട്ടുകുത്തി, തകർന്ന പൊതുമേഖലാ വ്യവസായങ്ങൾ, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും മണിക്കൂറുകൾ ഇരുൾ പടർത്തിയ കാലം. ആ നശിച്ച നാളുകൾ ഇനി ഒരിക്കലും തിരിച്ചു വരരുതെന്ന് ചിന്തിച്ചുറപ്പിച്ച ഒരു ജനത ഇവിടെയുണ്ട്. തങ്ങളുടെ അനുഭവങ്ങളിലൂടെ അവർ അവരുടെ ശത്രുക്കളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാതെ അതെല്ലാം അതിജീവിക്കാൻ ജനങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോയി. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അഭൂതപൂർവമായ വികസനക്ഷേമ പദ്ധതികൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. LDF സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ജനപക്ഷ നിലപാടിൻ്റെയും ഫലമാണത്. കോൺഗ്രസും BJPയും എത്ര തന്നെ ശ്രമിച്ചാലും അത് മറച്ചുവെക്കാനാവില്ല. ഏതെങ്കിലും ഒരു വികസന ക്ഷേമ പദ്ധതിയെ നിങ്ങൾ അനുകൂലിച്ചിട്ടുണ്ടോ? ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുമ്പോൾ അതിന് കൈയടിക്കുകയാണ് കോൺഗ്രസും UDFും. കേരളത്തിൻ്റെ അവകാശങ്ങൾ തടയാനല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ പാർലമെൻറ്റിൽ ഉയർത്താൻ UDF ശ്രമിച്ചിട്ടുണ്ടോ? പാർലമെൻറ്റിന് മുന്നിൽ നിരന്നു നിന്ന് പോറ്റിപ്പാട്ട് പാടിയ നിങ്ങളുടെ MP-മാർ കേന്ദ്ര പദ്ധതികളിൽ കേരളത്തിന് നിഷേധിച്ച ആയിരക്കണക്കിന് കോടി നൽകണമെന്ന് ഒരിക്കലെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഉൾപ്പെടെ 10 വർഷം കൊണ്ട് വൻ കുതിപ്പാണുണ്ടായത്. ദേശീയപാത, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വയനാട് തുരങ്കപാത, വിഴിഞ്ഞം തുറമുഖം, ലൈഫ് മിഷൻ ഭവന പദ്ധതി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം മിഷനിലൂടെ മികച്ച ആരോഗ്യ സംവിധാനം, കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, കിഫ്ബി പദ്ധതികൾ, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി ഇടമൺ പവർ ഹൈവേ, KFON തുടങ്ങി
നാടിൻ്റെ മുഖച്ഛായ മാറ്റിയ വികസനക്ഷേമ മുന്നേറ്റം. 2016 LDF അധികാരത്തിൽ വരുമ്പോൾ എല്ലാം മുരടിച്ചു നിൽക്കുകയായിരുന്നു. നിങ്ങളുടെ ഭരണകാലത്ത് ദേശീയപാത അതോറിറ്റി അവരുടെ ഓഫീസ് പൂട്ടി സ്ഥലം വിട്ടതാണ്. സ്ഥലമെടുപ്പിന്റെ പകുതി വിഹിതം സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന വ്യവസ്ഥ പ്രകാരം LDF ഭരണത്തിൽ ദേശീയപാത നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. അത് മുടക്കാൻ സമരം സംഘടിപ്പിച്ചവരാണ് കോൺഗ്രസും UDFും BJPയും. കീഴാറ്റൂരിൽ നന്ദിഗ്രാമിലെ മണ്ണും കൊണ്ടുവന്ന് നിങ്ങൾ നടത്തിയ സമരാഭാസം കേരളത്തിന് മറക്കാനാകുമോ? ഞങ്ങളുടെ സർക്കാർ നിങ്ങളുടെ കുത്തിത്തിരിവുകൾ മറികടന്ന് ഇതിനകം 440 കിലോമീറ്റർ പാത പൂർത്തീകരിച്ചു. എന്ത് എതിർപ്പുകൾ നിങ്ങൾ ഉയർത്തിയാലും LDF അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഏതെങ്കിലും ഒരു പദ്ധതിക്ക് അനുകൂലമായി പ്രതിപക്ഷം നിന്നിട്ടുണ്ടോ? വിനാശകാരികളായ നിങ്ങൾ എല്ലാറ്റിനും തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. കേരളം അതൊക്കെ മറികടന്നു. തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ലൈഫ് അടക്കം LDF സർക്കാർ രൂപം നൽകിയ 4 മിഷനുകളും പിരിച്ചുവിടുമെന്നാണ് 2021 UDF പ്രഖ്യാപിച്ചത്. പാവപ്പെട്ട മനുഷ്യരുടെ വീടെന്ന സ്വപ്നം തല്ലിക്കെടുത്താൻ നോക്കിയ മനുഷ്യത്വമില്ലായ്മയ്ക്ക് ചുട്ട മറുപടി നൽകി കേരളം നിങ്ങളെ ആട്ടിയോടിച്ചു. UDF പിരിച്ചുവിടുമെന്ന് പ്രഖ്യാപിച്ച ലൈഫ് മിഷനിലൂടെ പിണറായി വിജയൻ സർക്കാർ 5 ലക്ഷം കുടുംബങ്ങളെ സ്വന്തം വീടിന് ഉടമകളാക്കി മാറ്റി. ഇരുൾ മൂടിയ അവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തി. ലൈഫ് പദ്ധതി പ്രകാരം 6,547 വീടുകൾ നിർമ്മിക്കുന്നതിന് കരാറൊപ്പിട്ട് കഴിഞ്ഞു. ലൈഫ് രാജ്യത്തിന് മാതൃകയാണെന്ന് നീതി ആയോഗ് ഈയിടെ പ്രഖ്യാപിച്ചത് നമ്മുടെ അഭിമാനം വർദ്ധിപ്പിക്കുന്നു. ഇത് കോൺഗ്രസ് വെച്ചുകൊണ്ടിരിക്കുന്ന സാങ്കല്പിക വീടുകളല്ലെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. 2018 പ്രളയത്തിന് ശേഷം 1000 വീടുകളാണ് KPCC പ്രഖ്യാപിച്ചത്. പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വക 217 വീട്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി കോൺഗ്രസ് 100 വീട് വാഗ്ദാനം ചെയ്തു. രാഹുൽ ഗാന്ധി വക 100 വീട് വേറെ. യൂത്ത് കോൺഗ്രസ് വക 30 വീട്. ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ടാകേണ്ടിയിരുന്നെങ്കിലും ജയിലിൽ ഏകാംഗ സെല്ലിൽ കഴിയുന്ന ഒരു MLAയുടെ നേതൃത്വത്തിൽ ഇതിന് ഭീമമായ പണപ്പിരിവ് നടത്തി. എവിടെ ഈ വീടുകൾ? അതിനുവേണ്ടി സ്വരൂപിച്ച കോടികളെവിടെ? ഇനിയെങ്കിലും അത് തുറന്നു പറയണം. ലൈഫ് മിഷൻ പിരിച്ചുവിടും എന്ന പ്രഖ്യാപനത്തിൽ UDF ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ കേരളത്തോട് മാപ്പ് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കുമോ? പ്രതിപക്ഷം മറുപടി പറഞ്ഞേ മതിയാകൂ. നിങ്ങൾ പിരിച്ചുവിടുമെന്ന് UDF ഭീഷണി മുടക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പൊതുവിദ്യാലയങ്ങളിൽ കൂടുതലായി എത്തിയത്. 5000 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാലയങ്ങളിൽ നടപ്പാക്കി. 50,000 ഹൈടെക് ക്ലാസ് റൂമുകൾ, റോബോട്ടിക് ലാബ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു. 2016 നിങ്ങളെ ജനങ്ങൾ പുറത്താക്കുമ്പോൾ 1000-ഓളം പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു. കിഫ്ബി വഴിയുള്ള വികസന പദ്ധതികൾ തകിടമറിക്കാൻ UDFും BJPയും കടന്നു പരിശ്രമിച്ചു. നിങ്ങൾ ഒത്തുചേർന്ന് EDയെയും CBIയെയും ഒക്കെ ഇറക്കി വേട്ടയാടി. 1190 പദ്ധതികളിലായി 90,562 കോടി രൂപയുടെ വൻ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി ഈ സർക്കാർ നടത്തുന്നത്. UDF MLAമാരുടേത് അടക്കം 140 നിയമസഭാ മണ്ഡലങ്ങളിലും കിഫ്ബി പദ്ധതികൾ നടപ്പാക്കി. ഒരു ഭാഗത്ത് കിഫ്ബിയെ തകർക്കാൻ പാടുപെടുക, മറുവശത്ത് മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികൾ തങ്ങളുടെ നേട്ടമാണെന്ന് മേനി നടിക്കുക. UDFന്റെ കാപട്യത്തിനും ജനവഞ്ചനയ്ക്കും ഇതിന്റെ തെളിവ് വേണം. കിഫ്ബിക്കെതിരായ നിറകെട്ട ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ പ്രതിപക്ഷത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. വയനാട് തുരങ്കപാത രാജ്യത്തെ ഏറ്റവും നീളമേറിയ 2ാമത്തെ തുരങ്കപാതയാണ്. അതും എതിർക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് പരസ്യമായി പ്രഖ്യാപിച്ചത്. അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതോ തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയുമോ? രാജ്യത്താദ്യമായി ഒരു സംസ്ഥാനം ആരംഭിച്ചതാണ് K-Phone പദ്ധതി. അത് മുടക്കാനും പ്രതിപക്ഷം രംഗത്തിറങ്ങി. കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി. പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ഹൈക്കോടതി എന്നെ വിമർശിച്ചിട്ടില്ല, പരിഹസിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയേണ്ട ഗതികേട് പ്രതിപക്ഷ നേതാവിനുണ്ടായി. സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വികസനക്ഷേമ പദ്ധതികളാണ് 10 വർഷമായി പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കുന്നത്. അത്
സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസന പ്രക്രിയയാണ്. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് ഇന്ന് കേരളം. കഴിഞ്ഞ കേരള പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി ആ മഹത്തായ പ്രഖ്യാപനം നിർവഹിച്ചു. ലോക പ്രശംസ നേടിയ സുസ്ഥിര വികസന പ്രക്രിയയുടെ ഉടമകളാണ് നാം. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക വിരോധം മറികടന്ന് സ്വന്തമായ വിഭവസമാഹരണത്തിലൂടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ സർക്കാർ തുടരുകയാണ്. അതിൽ നിന്ന് പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല. 62 ലക്ഷം പേർക്ക് ഇന്ന് മാസം 2000 രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തുന്നുണ്ട്. 2016 LDF അധികാരമേൽക്കുമ്പോൾ 600 രൂപയായിരുന്നു പെൻഷൻ. UDF സർക്കാർ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തുകയും ചെയ്തിരുന്നു. LDF ആ കുടിശ്ശിക സഹിതം പെൻഷൻ നൽകി. ഇന്നത് 2000 രൂപയായി. 2011-16 കാലത്ത് UDF സർക്കാർ 8,833 കോടി രൂപ മാത്രമാണ് പെൻഷനായി നൽകിയത്. 2016 മുതൽ ഇതുവരെയായി പിണറായി വിജയൻ സർക്കാർ 85,000 കോടി രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷനായി പാവങ്ങളുടെ കരങ്ങളിലെത്തിച്ചു. പെൻഷനെ കൈക്കൂലി എന്ന് ആക്ഷേപിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത്. 34 ലക്ഷം സ്ത്രീകൾക്ക് മാസം 1000 രൂപ വീതം നൽകുന്ന സുരക്ഷാ പദ്ധതി നടപ്പാക്കുകയാണ്. ഈ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തുടരാനുള്ള ജനകീയ അംഗീകാരം 2026 LDFന് ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. രണ്ട് മുന്നണിയുടെയും സമീപനവും നയങ്ങളും അനുഭവിച്ചറിഞ്ഞ ജനത LDFനൊപ്പം നിൽക്കുമെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. പുതിയ കേരളം പടുത്തുയർത്താൻ 10 വർഷമായി പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന വികസനക്ഷേമ ജൈത്രയാത്രയുടെ കൊടിയടയാളമാണ് ഈ നയപ്രഖ്യാപനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികളുമായി ഒത്തുചേർന്ന് UDF നേടിയ വിജയം ക്ഷണികമാണെന്ന് കാലം തെളിയിക്കും. തരാതരം വർഗീയ ഛിദ്രശക്തികളെ നിങ്ങൾ വാരിപ്പുണരുകയാണ്. മതനിരപേക്ഷ കേരളം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പിണറായി വിജയൻ സർക്കാർ എടുത്ത ശക്തവും കർക്കശവുമായ നടപടികൾ UDFനെയും BJPയെയും പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. സ്വർണം കട്ടവനെ ശബരിമലയിൽ കയറ്റിയത് UDF ഭരണകാലത്താണ്. സ്വർണം കട്ടവനെയും വാങ്ങിയവനെയും ഒരുമിച്ച് കോൺഗ്രസിന്റെ ഏകാംഗ ഹൈക്കമാൻഡായ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തിച്ചത് MP-മാരായ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ചേർന്നാണെന്ന് വ്യക്തമാക്കിയിട്ടും കോൺഗ്രസ് പോറ്റിപ്പാട്ടും പാടി LDF സർക്കാരിനെ അധിക്ഷേപിച്ച് നടക്കുകയാണ്. വിശ്വാസവും മതവും ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന UDF BJP വ്യാമോഹം വിലപ്പോകില്ല. മതന്യൂനപക്ഷങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും സംഘപരിവാറുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് മറച്ചുപിടിക്കാനും LDFന് BJP ബന്ധമെന്ന നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുകയാണ് UDF. പോക്കറ്റടിക്കാരൻ വഴിയെ പോകുന്നവനെ കള്ളനെന്ന് വിളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ പ്രതിപക്ഷം കള്ളം വിളിച്ചു പോകുന്നു. BJPയുമായി ഒളിഞ്ഞും തെളിഞ്ഞും കൂട്ടുകെട്ടുണ്ടാക്കിയത് ആരാണ്? വടകരയിലും ബേപ്പൂരിലും രൂപപ്പെട്ട കോലീബി സഖ്യത്തെ തൂത്തെറിഞ്ഞ കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിൽ നിന്ന് നിങ്ങളുടെ വഞ്ചനയുടെ ചിത്രം മാച്ചു കളയാനാകുമോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര പദവികളാണ് UDF BJPക്ക് താലത്തിൽ വെച്ച് കൊടുത്തത്? അധികാര കൊതിമൂത്ത് ഹിന്ദു മുസ്ലിം നിങ്ങൾക്ക് ഒരു മടിയുമുണ്ടായില്ല. മറ്റത്തൂരും തിരുവനന്തപുരം തുടങ്ങി എത്രയോ ഉദാഹരണങ്ങൾ കേരളത്തിന് മുമ്പിലുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ സംഘപരിവാറിന് ലഭിക്കാൻ വേണ്ടി എത്ര കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയാണ് നിങ്ങൾ വഞ്ചിച്ചത്? BJP വിജയിച്ച 41 ഡിവിഷനുകളിൽ കോൺഗ്രസ് ദയനീയമായി 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് എങ്ങനെയെന്ന് പ്രതിപക്ഷ നേതാവും കൂട്ടരും വിശദീകരിക്കുമോ? സർ, നമ്മുടെ മഹത്തായ മതനിരപേക്ഷ പാരമ്പര്യത്തിന് മാരകമായ മുറിവേൽപ്പിച്ച് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി സംഘപരിവാറിന് നിയമസഭയിൽ പ്രാതിനിധ്യം സമ്മാനിച്ചവരാണ് ഞങ്ങളെ ആക്ഷേപിക്കുന്നത്. 2016 കാവി പരവതാനി വിരിച്ച് നിയമമണ്ഡലത്തിൽ നിന്ന് RS നേതാവിനെ വിജയകിരീടമണിയിച്ച് പല്ലക്കിലേറ്റി ഈ നിയമസഭാ വേദിയിൽ എത്തിച്ചത് ആരാണ്? കോൺഗ്രസ് ലീഗ് നേതാക്കൾക്ക് ഇതിന് അത് അന്ന് UDF സ്ഥാനാർത്ഥിക്ക് 13,860 വോട്ട് മാത്രമായി ചുരുങ്ങിപ്പോയത് എന്തുകൊണ്ട്? കോൺഗ്രസുകാർ ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്ന മുൻ മുഖ്യമന്ത്രി കൂടിയായ ശ്രീ K. കരുണാകരന്റെ മണ്ഡലമായിരുന്നു നേമം. 1982 ശ്രീ കരുണാകരൻ നേമത്ത് വിജയിച്ചപ്പോൾ BJPക്ക് 1,622 വോട്ട് മാത്രം. 2006 UDFന് കിട്ടിയത് 60,884 വോട്ട്. BJPക്ക്
6705 വോട്ട്. 10 വർഷം കഴിഞ്ഞപ്പോൾ UDFന്റെ വോട്ട് 13,860 ഇടിഞ്ഞു. BJPയുടേത് 67,813 വോട്ടായി കുതിച്ചുയർന്നു. BJPയുമായി പരസ്യ വോട്ട് കച്ചവടം നടത്തി നിയമസഭയിൽ അവരുടെ അക്കൗണ്ട് തുറപ്പിച്ചവരല്ലേ നിങ്ങൾ? ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. 2016 BJPക്ക് UDF തുറന്നുകൊടുത്ത അക്കൗണ്ട് 2021 ഞങ്ങൾ പൂട്ടിക്കുക തന്നെ ചെയ്തു. സ്വന്തം സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച പണം പോലും നഷ്ടപ്പെടുത്തി BJPയുമായി കൂട്ടുകച്ചവടം നടത്തിയ കോൺഗ്രസ് നേതാക്കളാണ് ജീവൻ നൽകിയും സംഘപരിവാറിനെ പ്രതിരോധിക്കുന്ന ഞങ്ങളെ ആക്ഷേപിക്കുന്നത്. നേമത്ത് 10 വർഷം കൊണ്ട് UDFന്റെ 47,000 വോട്ടുകൾ അപ്രത്യക്ഷമായത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ ഡീൽ? സംഘപരിവാറിന് മുന്നിൽ കുനിഞ്ഞു നിന്നതും മുട്ടിലിഴയാൻ തയ്യാറായി നിൽക്കുന്നതും ആരെന്ന് ഈ നാടിനറിയാം. RSS വേദിയിലെത്തി ഗോൾവാൾക്കറുടെയും RSSന്റെ ഭാരതാംബയുടെയും ഛായാചിത്രത്തിന് മുമ്പിൽ ഭയഭക്തി ബഹുമാനങ്ങളോടെ നടുവളച്ചു നിന്ന് ദീപം തെളിയിച്ച ആളാണ് ഞങ്ങൾക്ക് മേൽ BJP ബന്ധം ആരോപിച്ച് സ്വയം പരിഹാസ്യരാകുന്നത്. നിയമമണ്ഡലത്തിൽ നിങ്ങളുടെ 10,000 വോട്ടുകൾ RSSന് കൈമാറിയപ്പോൾ LDFന്റെ വോട്ടുകൾ ഓരോ തവണയും വർദ്ധിക്കുകയാണ് ഉണ്ടായത് എന്നതും ഓർക്കുന്നത് നന്ന്. 2011 നിങ്ങൾ അവിടെ BJPക്ക് വോട്ട് മറിച്ചു കൊടുത്തതാണ്. അന്ന് UDFന് കിട്ടിയത് 20,000 വോട്ട് മാത്രം. BJP 43,000-ലേറെ വോട്ട് നേടിയെങ്കിലും സഖാവ് ശിവൻകുട്ടിയെ പരാജയപ്പെടുത്താൻ അന്ന് നിങ്ങളുടെ അവിശുദ്ധ സംഘത്തിന് കഴിഞ്ഞില്ല. സംസ്ഥാനത്ത് നിയമമോഡൽ ആവർത്തിക്കാനുള്ള UDFന്റെ എല്ലാ നീക്കങ്ങളും മതനിരപേക്ഷ കേരളം ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. അധികാരക്കൊതിയിൽ എല്ലാം മറന്ന UDF നേതൃത്വം വർഗീയ സംഘടനകൾക്കൊപ്പം ചേർന്ന് മതേതരത്വത്തിനും മാനവ മൈത്രിക്കും നേരെ ഉയർത്തുന്ന അപകടകരമായ വെല്ലുവിളികളെ ജനങ്ങളെ അണിനിരത്തി LDF പ്രതിരോധിക്കുക തന്നെ ചെയ്യും. തീവ്ര ഹിന്ദുത്വ മുസ്ലിം തീവ്രവാദ സംഘങ്ങളുമായി സന്ധി ചെയ്ത് അധികാരം പിടിക്കാമെന്ന UDFന്റെ വ്യാമോഹം കേരളം പരാജയപ്പെടുത്തുമെന്നതിൽ സംശയം വേണ്ട. 10 വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് വർഗീയ സംഘർഷങ്ങളില്ല, കലാപങ്ങളില്ല. വർഗീയതയോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് LDF സർക്കാരിന്റെ സുദൃഢമായ നിലപാട് തന്നെയാണ് വർഗീയ ഛിദ്രശക്തികളെ അകറ്റി നിർത്തുന്നത്. ആ നിലപാടിൽ ഒരു ചാഞ്ചാട്ടവും ഞങ്ങൾക്കില്ല. 10 വർഷമായി അധികാര നഷ്ടത്തിന്റെ വേദന താങ്ങാനാവാതെ അലയുകയാണ് കോൺഗ്രസും UDFും. ഏതാനും മാധ്യമങ്ങളെ വിലക്കെടുത്ത് LDF സർക്കാരിനെതിരെ നിറികെട്ട അപവാദ പ്രചരണങ്ങളുടെ കെട്ടടിച്ചു വിടുകയാണ്. LDF വിരുദ്ധ UDF മാധ്യമ സഖ്യത്തെ 2021 തന്നെ കേരളം പുറത്തു നിർത്തിയതാണ്. എന്തൊക്കെയായിരുന്നു നാടിനെ പിടിച്ചു കുലുക്കുന്ന ആരോപണങ്ങൾ? അതിൻ്റെയൊക്കെ ഗതിയെന്തായി? അന്ന് UDF മാധ്യമങ്ങളും നിങ്ങളുടെ ഒക്കച്ചങ്ങാതിമാരായ BJPയും ചേർന്ന് എഴുന്നള്ളിച്ച ആരോപണ കൂമ്പാരങ്ങൾ എവിടെ? സ്വർണത്തിന്റെ ബിരിയാണി ചമ്പ് എവിടെ? സ്വർണ്ണക്കുരുവുള്ള ഈന്തപ്പഴവും ഖുറാനിലെ സ്വർണ്ണക്കടത്തും എവിടെ? ഡാറ്റ വിൽപ്പന എന്ന പേരിൽ നടത്തിയ കോലാഹലത്തിന്റെ കഥ എന്തായി? കാറ്റാടിപ്പാടം ഇപ്പോൾ മിണ്ടാത്തത് എന്ത്? 2021 UDFന് 100 സീറ്റ് വരെ നൽകിയ മാധ്യമ സർവേക്കാർക്ക് എന്ത് സംഭവിച്ചു? ഏത് വിധേനയും അധികാരത്തിലെത്താൻ നിറികെട്ട പ്രചാരവേലയുമായാണ് പ്രതിപക്ഷം ഇറങ്ങിയിരിക്കുന്നത്. LDFിൽ നിന്ന് ഘടകകക്ഷികൾ UDFിലേക്കെന്ന് വ്യാജ പെയ്ഡ് ന്യൂസ് സൃഷ്ടിക്കുക, ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക, LDF നേതാക്കളെ മുമ്പ് സന്ദർശിച്ച പടങ്ങൾ ദുരുപയോഗം ചെയ്ത് അവർ കോൺഗ്രസിലേക്കെന്ന് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുക. എത്ര ഹീനമായ എന്റെ സമയം 20 മിനിറ്റ് ഉണ്ട്. ഇവിടെ മടിക്കില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. LDF ഒറ്റക്കെട്ടാണ്. ജനങ്ങളുടെ ജനകീയ അടിത്തറ സുദൃഢമാണ്. ഈ വ്യാജവാർത്താ നിർമ്മാണം കൊണ്ടൊന്നും അതിൻ്റെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാനാവില്ല. അടുത്ത 5 വർഷവും സെക്രട്ടേറിയറ്റിന് പുറത്തെ റോഡിൽ നിന്ന് ഭരണസ്ഥിരാകേന്ദ്രത്തിലേക്ക് എത്തി നോക്കി നെടുവീർപ്പിടാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും UDFന്റെയും വിധി. ഇവരെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? സ്ഥാനമാനങ്ങൾ തട്ടിയെടുക്കാൻ സഹപ്രവർത്തകന്മാരെ പിന്നിൽ നിന്ന് കുത്തുന്നവരാണിവർ. അത്തരമൊരു പദ്ധതിയുടെ കഥ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ആത്മകഥയായ കാലം സാക്ഷി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധികാരം കിട്ടിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് പ്രഖ്യാപിച്ച ഒരു നേതാവിനെ അണികൾ എങ്ങനെ വിശ്വാസത്തിലെടുക്കും? അധികാരലബ്ധി മാത്രമാണോ
രാഷ്ട്രീയ പ്രവർത്തകരുടെ ലക്ഷ്യം. ഏതായാലും അദ്ദേഹം കാട് കയറാൻ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത് നന്നായിരിക്കും. വനവാസം അനുഷ്ഠിക്കുന്നത് എവിടെയെന്ന് വനം വകുപ്പിനെ നേരത്തെ അറിയിക്കുന്നത് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ സഹായകരമായിരിക്കും. വിജ്ഞാനാധിഷ്ഠിത വികസിത നവകേരള സിറ്റിക്കായി ജനങ്ങളെയാകെ ചേർത്ത് നിർത്തി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF മുന്നേറ്റം തുടരുമെന്ന് 2026 തെളിയിക്കും. ആ ജനമുന്നേറ്റത്തിന് തടയിടാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് കാലം തെളിയിക്കുക തന്നെ ചെയ്യും. Yes, please.